പളനി പുതുക്കോട്ടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഡ്രൈവർക്ക് പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ പേര് പ്രഭു എന്നാണ്. അങ്ങനെ പെട്ടെന്ന് ഇയാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു. അപ്പോൾ ആ ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ബസ് കയ്യിൽ നിന്ന് ആ നിയന്ത്രണം വിട്ടു പോകുന്ന രംഗങ്ങൾ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പാനിക് ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് സംയോജിതമായ ഒരു ഇടപെടൽ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം പെട്ടെന്ന് തന്റെ കൈകൾ കൊണ്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി അവിടെ നിർത്തുകയായിരുന്നു. അങ്ങനെ അതിനിടയിലാണ് ഈ ഡ്രൈവർ ഹൃദയാഘാതം മൂലം മരിച്ചത്. അദ്ദേഹം വാഹനത്തിൽ വെച്ച് തന്നെ മരിച്ചു. രണ്ട് കാരണം കൊണ്ട് ഇയാൾ വീണിരിക്കാം. BP കുറഞ്ഞിട്ടായിരിക്കാം, അല്ല ഹാർട്ട് നിന്നിട്ടായിരിക്കാം. അപ്പൊ ഇയാൾ ആദ്യം പോയി നിങ്ങൾ വിളിച്ചു നോക്കുക, തട്ടി വിളിച്ചു നോക്കുക. അപ്പം ഷോൾഡറിന് മേലെ ചേട്ടാ തട്ടി വിളിച്ചു നോക്കുക. ഇയാൾ വിളി കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുക. വിളി കേൾക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കൈകാലൊന്നും ഇളക്കുന്നില്ലെങ്കിൽ, ശ്വാസം എടുക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഹാർട്ട് നിന്നൊരു കണ്ടീഷനാണ്. പുറത്തുനിന്ന് നിങ്ങൾ മസാജ് ചെയ്താൽ മാത്രമേ ഇയാളെ തലച്ചോർക്ക് പിന്നെ ബ്ലഡ് പോവുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചെസ്റ്റ് കംപ്രഷൻ എന്തായാലും ചെയ്യണം. ആള് ബോധം കെട്ട് വീണു, നിങ്ങൾ തട്ടി വിളിച്ചു നോക്കി, അപ്പോൾ ഇയാൾ വിളി കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചുമ്മാ ഒരു എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ ചിലപ്പം BP കുറഞ്ഞു പോയിട്ടായിരിക്കാം ഇയാൾ വീണത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ CPR ചെയ്യേണ്ട ആവശ്യമില്ല. കാല് രണ്ടും പൊക്കി വെക്കുക, ഒരു 5 മിനിറ്റ് കാല് പൊക്കി വെക്കുക. ഇയാൾ ശ്വാസം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ ശ്വാസം എടുക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായാലും CPR ചെയ്യണം. ശ്വാസം എടുക്കുന്നുണ്ടോ നോക്കുമ്പോൾ ശരിക്കും ശ്വാസം നിങ്ങളെ മേലെ തട്ടണം. ചെസ്റ്റ് മേലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഈ രീതിയിലാണ് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. കൈയിന്റെ പള്ള ഭാഗം ചെസ്റ്റിന്റെ സെന്ററിൽ വെക്കുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അല്ല, കറക്റ്റ് ആയിട്ട് സെന്ററിലാണ് വെക്കുന്നത്. ഓക്കെ, മറ്റേ കൈ കൊണ്ട് ഇത് ക്രോസ് ചെയ്ത് പിടിക്കുന്നു. ഫസ്റ്റ് ആദ്യത്തെ കൈ ക്രോസ് ചെയ്ത് പിടിക്കുന്നു. സോ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ ബോഡി വെയിറ്റ് ആണ് എൻ്റെ കൈയിൻ്റെ മേലോട്ട് ഇടുന്നത്. അതായത് എൻ്റെ റിസ്റ്റ് നല്ല മൂവ്മെന്റ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കൈയിൻ്റെ പത്തി ഷോൾഡറിൻ്റെ ഇത് ഒരേ രീതിയിൽ, അതായത് ഇവിടുന്ന് ഒരു ലൈൻ വരച്ചാൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഒരിക്കലും അത് ഇങ്ങനെ ആവാൻ പാടില്ല. ഈ രീതിയിലാവുമ്പോൾ കറക്റ്റ് കംപ്രഷൻ കിട്ടില്ല. അപ്പോൾ ഈ വ്യക്തി ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ഒരു സെക്കൻഡ് പോലും ഈ കംപ്രഷൻ നിർത്താൻ പാടില്ല. ഒരു മിനിറ്റിൽ 100 to 120 കംപ്രഷൻ വരണം. അപ്പൊ 100 to 120 സ്പീഡ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 വണ്ടിയിൽ നിന്നാണ്, കാറിൽ നിന്നാണെങ്കിലും ആംബുലൻസിൽ നിന്നാണെങ്കിലും ഒക്കെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. മിനിമം 5 സെന്റിമീറ്റർ താഴെ പോകണം. അതായത് അമർത്തുമ്പോൾ ശരിക്കും 5 സെന്റിമീറ്റർ താഴെ പോകണം. എന്നിട്ട് തിരിച്ചു വരണം. ഈ 1 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ കാലിന്റെ അടിയിലാണ് നമ്മൾ കാല് വലിക്കുക അല്ലെങ്കിൽ കരയുക ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കുട്ടിക്ക് ബോധമുണ്ട്, ഹാർട്ട് നിന്നിട്ടില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് ചെയ്തിട്ട് കുട്ടി കാല് വലിക്കുന്നില്ല, കൈകാലം ഇളക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ കുട്ടിക്ക് ഹാർട്ട് നിന്നിട്ടുള്ള ഒരു കണ്ടീഷൻ. 2 വിരലുകൊണ്ടാണ് ഇവർക്ക് CPR കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഈ നടുവിൽ മധ്യവശത്തായിട്ട് 2 വിരൽ ഉപയോഗിച്ചിട്ട് കംപ്രഷന്റെ ഞാൻ പറഞ്ഞ റേറ്റ് സെയിം ആണ്. 100 to 120 ഒരു മിനിറ്റിൽ വരുന്ന രീതിയിൽ തന്നെയാണ് കംപ്രഷൻ. മിനിമം 4 സെന്റിമീറ്റർ എങ്കിലും താഴെ പോകണം ചെസ്റ്റ്.